മനോവേദനയോടെ ജീവിക്കേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. വളരെ മനോഭാരത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുന്നത് ആശ്വാസം കിട്ടുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പിക്കൊക്കെ പോകുന്നതും നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ അതിജീവിക്കാനും സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ചില മനോവേദനകളെ നമുക്ക് അതിജീവിച്ച് അതിൽ ലെറ്റ് ഗോ എന്നുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്നതാണ്. ചില അവസ്ഥകൾ നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരു അവസ്ഥയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആ വേദനിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും അതിനെ കൂടെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുപോകത്തക്ക രീതിയിൽ മനസ്സിന് ശക്തി ആർജിക്കാനും ഈ കൗൺസിലിങ്ങൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ നമുക്കൊരു ബാക്ക് പാക്കിൽ നടക്കുകയാണ്. അതിൽ കുറേ 10-20 കിലോ ഭാരമുണ്ട്. കുറേ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ഈ ബാഗൊന്ന് താത്ത് വെച്ച് ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഭാരം അത്രയും അറിയില്ല, എന്നാൽ അത് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ലഗേജ്. ഇനി നമ്മൾ ഈ ഭാരം ചുമക്കാൻ ഒരാളെ നിയോഗിച്ചാലോ, നമ്മളൊന്നും അറിയണ്ട, ആളത് എടുത്തോളും. അതുപോലെയാണ് ചില ആൾക്കാർ വളരെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരുടെ വിഷമങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കാറുണ്ട്. അതും നമുക്ക് ആ ഭാരം ഒന്നും അറിയാതെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ഇഫക്റ്റ് തന്നെയാണ്.